കാലിക്കറ്റ് സർവകലാശാലയിൽ SFI സ്ഥാപിച്ച ബാനറുകൾ നേരിട്ടഴിപ്പിച്ച് ഗവർണർ. നാടകീയ രംഗങ്ങളാണ് സർവകലാശാലയിൽ അരങ്ങേറിയത്. മലപ്പുറം SPയെയും വൈസ് ചാൻസലറെയും ഗവർണർ ശകാരിച്ചു. ഗവർണർ ബാനർ അഴിപ്പിച്ചതിന് പിന്നാലെ SFI പ്രകടനമായി എത്തി സർവകലാശാലയിൽ ബാനർ സ്ഥാപിച്ചു. SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോയുടെ നേതൃത്വത്തിൽ ഗവർണറുടെ കോലം കത്തിച്ചു. പ്രവർത്തകർ സർവകലാശാല ക്യാമ്പസിൽ പ്രതിഷേധം തുടരുകയാണ്. VCയുമായും രജിസ്ട്രാറുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തി. താൻ നിർദ്ദേശം നൽകിയിട്ടും ബാനറുകൾ നീക്കം ചെയ്തില്ലെന്നും ഭരണഘടനാ പദവിയോടുള്ള മാന്യത പുലർത്തിയില്ലെന്നും ഗവർണർ കുറ്റപ്പെടുത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാജിദ് അജ്മലാണ് വിവരങ്ങളുമായി ചേരുന്നത്. സാജിദ്, സർക്കാരും SFIയും തമ്മിലുള്ള പോര് കടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. നാടകീയ രംഗങ്ങൾ സർവകലാശാലയിൽ ഇതിനോടകം തന്നെ അരങ്ങേറി കഴിഞ്ഞു. ഇപ്പോൾ ഈ 11 മണി സമയത്തും SFIയുടെ പ്രതിഷേധം അവിടെ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ VCയുമായും രജിസ്ട്രാറുമായും ഗവർണർ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയായി, എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു? ഫരിഷ, അല്പസമയം മുൻപാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം അറിയിച്ചത്. ഈ ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു ചിത്രം വരച്ചുകൊണ്ട് അതുമായി ആണ് പ്രകടനം നടത്തിയത്. പിന്നീട് ഈ പ്രകടനത്തോടു കൂടി ഇന്നത്തെ സമരപരിപാടികൾ അവസാനിപ്പിച്ചു. പിന്നീട് ഈ SFIയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ നാളത്തെ പ്രതിഷേധ പരിപാടികൾ സംബന്ധിച്ചൊരു ആസൂത്രണം നടത്തുകയാണ്. അതുപോലെ തന്നെ ഈ കൂടുതൽ പോസ്റ്ററുകളും ബാനറുകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അവർ പോകുന്നത്. രാത്രിയിൽ പ്രതിഷേധമുണ്ടാവില്ല എങ്കിൽ കൂടി കൂടുതൽ ബാനറുകളും പോസ്റ്ററുകളും പതിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഗവർണർ വൈസ് ചാൻസലറെയും രജിസ്ട്രാറെയും വിളിച്ചു വരുത്തി അവരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ഇതിൽ പ്രധാനമായും ഈ ഗവർണർ വൈസ് ചാൻസലറോടും രജിസ്ട്രാറോടും പറഞ്ഞതായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ, ഭരണഘടനാ പദവിയോടുള്ള ഒരു മാന്യത ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തനിക്ക് ലഭിച്ചില്ല. ഗവർണർ, രാഷ്ട്രപതി പോലെയുള്ള ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് നൽകേണ്ട ഒരു പരിഗണന അല്ല ലഭിച്ചത്. ഈ SFIയുടെ ബാനറുകൾ നേരത്തെ തന്നെ താൻ എത്തുന്നതിന് മുൻപ് തന്നെ നീക്കം ചെയ്യണമായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. അതിലുള്ള പ്രതിഷേധവും അറിയിച്ചു. താൻ നിർദ്ദേശം നൽകിയതിനു ശേഷവും പോലീസ് ഈ ബാനറുകൾ അഴിച്ചു മാറ്റിയില്ല. പിന്നീട് SPയോട് കർശനമായി പറഞ്ഞപ്പോഴാണ് ബാനറുകൾ മാറ്റിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ വൈസ് ചാൻസലറും അതുപോലെ തന്നെ രജിസ്ട്രാറും ഇവിടെയുള്ള ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടെന്നും ഈ ക്യാമ്പസ് മൊത്തത്തിലൊരു സംഘർഷ സാധ്യതയുള്ളത് ക്യാമ്പസിന്റെ ദൈനംദിന കാര്യങ്ങളെ ബാധിക്കുന്നു, അതിലുള്ള ഒരു പ്രയാസവും അവർ അറിയിച്ചു. ഇന്ന് മുഴുവനായി നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. അതായത് SFI ഇന്ന് ഈ സാദിഖ് അലി തങ്ങളുടെ മകന്റെ വിവാഹത്തിൽ മാത്രമാണ് ഗവർണർ പങ്കെടുക്കുക എന്ന് പറഞ്ഞതോടുകൂടി ഇന്ന് പ്രതിഷേധമില്ല എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടി ഗവർണറാണ് നാടകീയ രംഗങ്ങൾക്ക് തുടക്കമിട്ടത്. അതിപ്പോഴും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ബെൻസൺ ബാബു കൂടി ചേരുന്നുണ്ട്. ബെൻസൺ, ഇന്ന് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു ചാൻസലർ, ഒരു ഗവർണർ ഒരു ക്യാമ്പസിലേക്ക് എത്തുന്നു. അദ്ദേഹം തന്നെ വലിയ രീതിയിൽ വൈസ് ചാൻസലറെ അധിക്ഷേപിക്കുന്നു, വഴക്ക് പറയുന്നു. അതോടൊപ്പം തന്നെ SPയെ ആ രീതിയിൽ പറയുന്നു. മൊത്തത്തിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങളെ എങ്ങനെ ചുരുക്കി പറയാം? സാജിദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പ്രതിഷേധമൊന്നും അല്ലെങ്കിൽ പരസ്യ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് SFI കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ബാനറുകൾ, ഇവിടെ തൂക്കിയിട്ടുണ്ടായിരുന്ന ബാനറുകൾ SFI, അതായത് ഗവർണർക്ക് ഇവിടെ കാലുകുത്താൻ അനുവാദമില്ല, അല്ലെങ്കിൽ ഗവർണർ ഇവിടെ കാലുകുത്തിക്കില്ല എന്നീ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിട്ടുള്ള പോസ്റ്ററുകളും ബാനറുകളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട് ഇതിൽ പ്രകോപിതനായാണ് ഗവർണർ ഇന്ന് വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങൾ ഇവിടെ അരങ്ങേറിയത്. അദ്ദേഹം നേരിട്ട് ഇറങ്ങി വരികയും SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് ഈ ബാനറുകൾ അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നേരത്തെ ഈ ബാനറുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതായിരുന്നു. എന്നാൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 6 മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഇറങ്ങി വരികയും വലിയ രീതിയിൽ രോക്ഷാകുലനാവുകയും
ഈ ബാനറുകൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അഴിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വൈസ് ചാൻസലർ അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തുകയും അവരോടും രൂക്ഷമായ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നു, കയർത്ത് സംസാരിക്കുകയോ ഒക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇവിടെ അഴിക്കുന്ന ഓരോ പോസ്റ്ററുകൾക്കും ബദലായി 100 പോസ്റ്ററുകൾ അവർ ഇവിടെ തന്നെ സ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ പോലീസിനെ ഉപയോഗിച്ച് ഗവർണർ ഇത്തരത്തിൽ ഈ ഒരു ബാനറുകൾ നീക്കം ചെയ്തതിനെ തുടർന്ന് വീണ്ടും SFIക്കാർ വീണ്ടും സംഘടിച്ചെത്തുകയും വീണ്ടും പോസ്റ്ററുകളും ബാനറുകളും ഇവിടെ തൂക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മിസ്റ്റർ ചാൻസലർ, ദിസ് ഈസ് കേരള, ഡൗൺ ഡൗൺ ചാൻസലർ എന്നീ തുടങ്ങിയ മുദ്രാവാക്യങ്ങളായിരുന്നു ഈ പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രതിഷേധ സൂചകമായി അദ്ദേഹം പാൻപരാഗ് ചവച്ച് തുപ്പുന്ന രീതിയിലുള്ള കാരിക്കേച്ചറുകൾ നിർമ്മിച്ച് അത് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇന്ന് രാത്രി മുഴുവൻ തന്നെ ഇത്തരത്തിൽ നിരവധി പോസ്റ്ററുകളും അതുപോലെ തന്നെ ഫ്ലക്സുകളും തയ്യാറാക്കുകയും അത് ക്യാമ്പസിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കുമെന്ന് SFI ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇവിടെ പരസ്യ പ്രതിഷേധത്തിന് ആരും തന്നെയില്ല, വിദ്യാർത്ഥികളെല്ലാവരും തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ നാളെ ഇവിടെ നടക്കുന്ന ഈ സെമിനാറിൽ വലിയ രീതിയിൽ തന്നെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് SFI അറിയിച്ചിട്ടുള്ളത്. SFIയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ, സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ, ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇന്നലെ മുതൽക്കേ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള SFI പ്രവർത്തകരെയും അതുപോലെ തന്നെ മലബാറിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ജില്ലാ നേതാക്കൾ അടക്കമുള്ള ആളുകളെയും ഇവിടെ എത്തിച്ചേർത്ത് വലിയ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനാണ് SFI ഇപ്പോൾ നടത്തുന്ന അത്തരത്തിലൊരു നടപടിയിലേക്കായിരിക്കും SFI കടക്കുക എന്ന് തന്നെ വേണം കരുതാൻ. നിലവിൽ മറ്റൊരു തരത്തിലുള്ള സംഘർഷാവസ്ഥയും ഇപ്പോൾ ഈ ക്യാമ്പസിൽ നിലവിൽ അത്തരത്തിൽ സംഘർഷാവസ്ഥ ഒന്നും തന്നെയില്ല. എങ്കിലും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇപ്പോഴും ഇവിടെയുണ്ട്. വിവിധ ക്യാമ്പസിന്റെ മുൻപിലും അതുപോലെ തന്നെ ഇടപ്രദേശങ്ങളിലുമായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ പരിശോധനകൾ അടക്കം നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം വിവിധ ഇടങ്ങളിലുമുണ്ട്. നാളെ ഏത് രീതിയിലായിരിക്കും ഇതിന്റെ പ്രതിഷേധങ്ങൾ മുൻപോട്ട് പോവുക എന്ന് കൂടുതൽ കണ്ടറിയേണ്ടതുണ്ട്. ഫരിഷ, ഈ നാളത്തെ ഈ പ്രതിഷേധം എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് സാജിദ്, എന്തായാലും ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് നിലവിൽ SFIയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം സർവകലാശാല ക്യാമ്പസിൽ ഇല്ല, അവരെല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട്. പകരം നാളത്തെ സമരപരിപാടികൾ ആലോചിക്കുകയാണ്. പ്രതിഷേധം എങ്ങനെയൊക്കെ ആയിരിക്കണം. എന്തായാലും ഡൗൺ ടൗൺ ചാൻസലർ, അതുപോലെ തന്നെ മിസ്റ്റർ ചാൻസലർ, ദിസ് ഇസ് കേരള തുടങ്ങിയ ബാനറുകളെല്ലാം സ്ഥാപിച്ചുകൊണ്ടാണ് SFI ഇതിനോടകം തന്നെ അവരുടെ പ്രതിഷേധം, ഗവർണർക്കെതിരായ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം തന്നെ, ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം തന്നെ SFIയുടെ ഭാഗത്തു നിന്നും സംഘപരിവാർ അജണ്ടകൾ സർവകലാശാലകളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത് സാജിദ് അജ്മലും ഒപ്പം ബെൻസൺ ബാബുവുമാണ്.